മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പാലക്കാട് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. ആലത്തൂരിൽ നടപ്പാലം തകർന്നു വീണു. പത്തനാപുരത്തെ 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. പാലം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖിൽ, 1500ഓളം കുടുംബങ്ങൾക്ക് ആലത്തൂരിലേക്ക് എത്താനുള്ള ഒരു താൽക്കാലിക പാലം അത് തകർന്നു. എന്താണ് വിവരങ്ങൾ? ഏത് രീതിയിലാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുക? കൃഷ്ണ, ആലത്തൂർ പത്തനാപുരത്തെ നടപ്പാലമാണ് ഈ പത്തനാപുരം ഭാഗത്ത് 1500ഓളം കുടുംബങ്ങൾ ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള ഒരു താൽക്കാലിക പാലമായിരുന്നു ഇത്. പത്തനാപുരത്തെ പഴയ പാലം നിർമ്മാണത്തിനായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ പാലം പൊളിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ വേളയിൽ തന്നെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പത്തനാപുരത്തെയും കാവശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന പഴയ പാലം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമാണ് ഈ താൽക്കാലിക നടപ്പാലം ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഗായത്രിപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു. ഈ നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി ഈ നടപ്പാലം ആളുകൾക്ക് ഏതാണ്ട് ഇത് തകർന്നു വീണേക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അങ്ങനെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത് വീഴുന്ന ദൃശ്യം കൂടി ഉള്ളത്. എന്തായാലും ആളപായമൊന്നും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ക്രിസ്റ്റിന, ശരി. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ്.